ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചീര അവിയൽ. നല്ല ചുമല ചീര കൊണ്ടാട്ടോ. ചീര തണ്ടെല്ലാം നമ്മൾ സാധാരണ തോരൻ ഒഴിവാക്കി കളയുന്നതാണ്. അത് ഇന്നത്തെ അവിയലിൽ മെയിൻ ഐറ്റം ആട്ടോ. ചീരത്തണ്ടെല്ലാം നാര് കളഞ്ഞ് നടുവേ പിളർന്നെടുക്കുക. മാങ്ങയുടെ ഒരു പീസ് മതി, അധികം പുളിയുടെ ആവശ്യമില്ല. ചീരയുടെ ഇലയെല്ലാം കുനുകുനാന്നരിയുക. തോരനെല്ലാം കുറച്ച് വലുതായി പോയാലും കുഴപ്പമില്ല. ഇതാട്ടോ നമ്മുടെ ഷെഫ് മസിൽ പിടിച്ചിരിക്കുകയാണ്. ഞാനൊന്ന് ചിരിക്കും അമ്മയെന്ന് ചോദിച്ചപ്പം ഒന്ന് പാടുവിട്ട് ചിരിച്ചിട്ടുണ്ട്. കാര്യം പേര് ചീര അവിയൽ എന്നാണെങ്കിലും അവിയലിൻ്റെ ലുക്കൊന്നും അല്ലട്ടോ ഉള്ളത്. കുറച്ച് ഗ്രേവി പോലെ ചാറ് വരുന്ന പോലെയാട്ടോ വരുന്നത്. അപ്പം മാങ്ങ തൊണ്ടൊക്കെ കളഞ്ഞ് ചെത്തിയെടുത്തിട്ടുണ്ട്. ഈ ചിരവയൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ നാട്ടിൽ ഇത്തരം ചിരവയാണോ? ഇത് വളരെ യൂസ്ഫുള്ളാട്ടോ. തടിയുടെയാണ്, നമുക്ക് മുകളിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി തണ്ട് വേവിക്കാൻ വെക്കാം. തണ്ടും കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാം. തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി, വെളുത്തുള്ളി. തണ്ടിൽ കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. വെളുത്തുള്ളി കുറച്ച് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് നല്ലതാണ്. അതുകൊണ്ടാട്ടോ ഒരു വെളുത്തുള്ളി ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരഞ്ഞെടുക്കേണ്ട. സാധാ അവിയലിനും കുറച്ചും കൂടെ വേകണം. പാവം തണ്ടിൻ്റെ കളറൊക്കെ പോയി പച്ച കളറായിട്ട് ഇരിക്കുകയാണ്. അമ്മ എടുത്തൊരു പീസ് നോക്കി വെന്തിട്ടുണ്ട്. അപ്പം മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച അരപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഇലയും കൂടെ ചേർത്ത് ഇനി നമ്മൾ ആ അരച്ച ജാറ് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് അതിലോട്ടൊഴിച്ച് ഒന്ന് മൂടി വെച്ചേക്കുക. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് പൊട്ടിച്ച് ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്ത് ഒന്ന് താളിച്ചെടുക്കാം. താളിച്ചതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി റെഡിയായിട്ടോ. ചീരയിലയല്ലേ, അത്രധികം വേകാനൊന്നുമില്ലല്ലോ. മാങ്ങയും പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ കറിയുടെ ലുക്ക് ഇതിങ്ങനെയാണ്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. അമ്മ ടേസ്റ്റ് നോക്കാട്ടോ. ടേസ്റ്റ് നോക്കി ഓക്കെ പറഞ്ഞ് സ്വന്തം കറിക്ക് സ്വന്തമായിട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ കടുക് പൊട്ടിച്ചതും കൂടെ ഇട്ടു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് സാധാ നമ്മൾ കഴിക്കുന്ന അവിയലിലും എനിക്കിഷ്ടം ഇതാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.